കോഴിക്കോട് തിരുവമ്പാടിയിൽ നേതൃത്വത്തെ വെല്ലുവിളിച്ച് കുടുംബസംഗമത്തിൽ പങ്കെടുത്തവർക്കെതിരെ നടപടിയെടുത്ത മുസ്ലിം ലീഗ് നേതൃത്വം 4 പേരെ സസ്പെൻഡ് ചെയ്തു. ലീഗ് നേതൃത്വം പരിപാടിക്ക് അനുമതി നിഷേധിച്ചിരുന്നതാണ്. സമീർ സി മുഹമ്മദാണ് വിവരങ്ങളുമായി ചേരുന്നത് കോഴിക്കോട് നിന്ന്. സമീർ, എന്താണ് ഈ നടപടിക്ക് പിന്നിൽ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ? ഹാഷ്മി പ്രവിത, കഴിഞ്ഞ ദിവസമാണ് തിരുവമ്പാടി പുന്നക്കലിൽ ഹരിതജീവനം എന്ന പേരിൽ മുസ്ലിം ലീഗിൻ്റെ പ്രവാസി സംഘടനയായിട്ടുള്ള KMCCയുടെ നേതൃത്വത്തിൽ ഒരു കുടുംബസംഗമം നടന്നത്. ആ കുടുംബസംഗമത്തിലെ പ്രധാനപ്പെട്ട ക്ഷണിതാവായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള PV അൻവർ. UDFനെതിരെ മത്സരിക്കുന്ന PV അൻവറിനെ പരിപാടിയിലേക്ക് ക്ഷണിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമുണ്ടാവുകയും ആ പരിപാടി മാറ്റിവെക്കണമെന്ന് സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെടുകയും ചെയ്തു. മാത്രമല്ല, ആ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോയാൽ കർശന നടപടി ഉണ്ടാകുമെന്നും ലീഗ് നേതാക്കൾ ആരും ഇതിനകത്ത് പങ്കെടുക്കരുത് എന്നുള്ള കർശന നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള സംസ്ഥാന നേതൃത്വത്തിൻ്റെ ആ ഒരു ഉത്തരവ്, അത്തരത്തിലുള്ള നിർദ്ദേശം ലംഘിച്ചുകൊണ്ടാണ് അവിടെയുള്ള ലീഗിൻ്റെ നേതാക്കൾ ഈ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോയത്. ആ പരിപാടിയുടെ ഉദ്ഘാടകനായി എത്തിയത് തിരുവമ്പാടി പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റായിട്ടുള്ള KA അബ്ദുറഹിമാനാണ്. മുസ്ലിം ലീഗ് അംഗം കൂടിയാണ്. അതിൻ്റെ ഉദ്ഘാടന വേളയിൽ തന്നെ അബ്ദുറഹിമാൻ പറഞ്ഞിരുന്നു, ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും നടപടി ഉണ്ടായാൽ തനിക്കത് പുല്ലാണ്. ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രത്യാഘാതം നേതൃത്വം അനുഭവിക്കേണ്ടി വരും, ലീഗ് അനുഭവിക്കേണ്ടി വരും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അബ്ദുറഹിമാൻ പറയുകയും ചെയ്തിരുന്നു. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് ലീഗ് നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിക്കുകയും അതിൽ ഉദ്ഘാടകനായി എത്തുകയും അതുപോലെ അതിൻ്റെ മറ്റ് പരിപാടികളുമായിട്ട് സഹകരിക്കുകയും ചെയ്ത 4 പേർക്കെതിരെയാണ് ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അബ്ദുറഹിമാനൊപ്പം തന്നെ മറ്റ് 3 പേർ ഇപ്രകാരമാണ്: അറഫി കാട്ടിപ്പരുത്തി, അതുപോലെ ഫൈസൽ മാതം വീട്ടിൽ, റഫീഖ് പുല്ലരാമ്പാറ. ഈ 3 പേർക്കെതിരെയാണ് ഇപ്പോൾ അന്വേഷണ വിധേയമായി നടപടി വന്നിരിക്കുന്നത്. ഈ 4 പേരെയും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇവർക്ക് ഒരു നിശ്ചിത സമയം അറിയിക്കാതെയാണ് ഈ സസ്പെൻഷൻ. ഈ ഇത്തരത്തിൽ നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നു, അത്തരമൊരു പശ്ചാത്തലത്തിലായിരുന്നു ഈ ഒരു നടപടി. ആ ഒരു വേളയിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടി ഉണ്ടായിരിക്കുന്നത്. 4 പേരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് സംസ്ഥാന കമ്മിറ്റി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഹാഷ്മി പ്രവിത. ഓക്കെ, അപ്പോൾ തിരുവമ്പാടിയിലാണ് ആ സംഭവം ഉണ്ടായത്. അപ്പോൾ അതിൽ നടപടി സ്വീകരിക്കുകയാണ് ലീഗ് നേതൃത്വം. സ്വാഭാവിക സംഘടനാ നടപടിയാണ് എന്ന് വേണം കരുതാൻ.